നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന ഒരു പരിപാടിയാണ് ആൾക്കാർ തമ്മിൽ കാണുമ്പോൾ കൈ കൊടുക്കുക, ഷേക്ക് ഹാൻഡ് അല്ലേ. അത് നമ്മുടെ സായിപ്പന്മാരുടെ ഒരു രീതിയാണ്. നമ്മുടെ മലയാളികളുടെ രീതി എങ്ങനെയാണ്? നമ്മൾ കാണുമ്പോൾ നമസ്തേ എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും നമസ്തേ അല്ലേ. ശരിക്കും ഏതാണ് നല്ലത് എന്ന് ആലോചിച്ച് നോക്കിയേ. സായിപ്പന്മാരുടെ രീതി വേണോ നമ്മുടെ രീതി വേണോ? ഞാൻ പറയും നമ്മുടെ രീതി മതി. അതിനകത്ത് എനർജി സംബന്ധമായൊരു വലിയൊരു സംഭവം കിടപ്പുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മളുടെ എല്ലാവരുടെയും എനർജിയും പല രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ പ്യുവറായിട്ടിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി എല്ലാം പ്യൂരിഫൈ ചെയ്ത് ശുദ്ധമാക്കി ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ജപമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ, അയാളുടെ എനർജി നല്ല ക്ലിയർ എനർജി ആയിരിക്കും. വളരെ ഭയങ്കര ഹൈ പവറിലായിരിക്കും നമ്മൾ ഇരിക്കുക. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന ഒരാൾക്ക് കുറച്ച് ബാഡ് എനർജീസ് ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് എന്ന് വരികയും, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് കൈ കൊടുത്തിട്ട് ഹലോ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ നിങ്ങളുടെ കൈ കൂടി എനർജി, നിങ്ങളിലുള്ള എനർജി അങ്ങോട്ടേക്ക് പോകും അയാളുടെ ശരീരത്തിലേക്ക്. ആ കൈ കൂടി നിമിഷ നേരം കൊണ്ട് കയറി പോകും. അപ്പോൾ കൈ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊരു എന്തോ ഒരു ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറങ്ങണ പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ, അല്ലെങ്കിൽ ചെറിയൊരു ക്ഷീണം, പെട്ടെന്നൊരു ഇത് വന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അതായത് നമ്മൾ പറയില്ലേ, ഈ വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മൾ പൊക്കത്തൊഴിച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഒഴിയല്ലേ പോകുള്ളൂ. താഴത്തെ വെള്ളം ഒഴിച്ചാൽ മുകളിലേക്ക് പോകുമോ? ഇല്ലല്ല. അത് തന്നെ സംഭവം. നിങ്ങളുടെ എനർജി ഹൈ ആണെന്നുണ്ടെങ്കിൽ, ലോ എനർജി ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്കാണ് എനർജി പോവുക. ആ റിയാലിറ്റി തിരിച്ചറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ അപകടമുള്ളൊരു പരിപാടിയുണ്ട്. ഈ വിദേശികളുടെയും നോർത്ത് ഇന്ത്യൻസിന് കുറേ വിദേശികളുടെ കുറേ ക്യാരക്ടേഴ്സുള്ള ആൾക്കാരാണ്. അവരുടെ ജീവിത രീതിയും പാലിക്കുന്ന ആൾക്കാരാണ് കുറേ നോർത്ത് ഇന്ത്യൻസ്. എനിക്ക് കുറേ നോർത്ത് ഇന്ത്യൻ കണക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്കറിയാം. അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ ഡൽഹിയിലോ പഞ്ചാബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒറ്റ പരിപാടികൾ കാണുമ്പോൾ തന്നെ വന്ന് ചാടി വീണ് കെട്ടിപ്പിടിക്കാം. ആദ്യമൊക്കെ എനിക്ക് അവിടെയൊക്കെ പോകുമ്പോൾ ഈ പഞ്ചാബികളുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ ഹഗ്ഗിൻ്റെ ആൾക്കാരാണ്. അത് നമ്മളൊന്നും അങ്ങനെ ശീലിക്കാത്ത ഒരു വിഭാഗമായതിൻ്റെ പേരിൽ എനിക്കങ്ങനെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ ശീലമില്ലല്ലോ. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ചെന്നപ്പോൾ ഇവർ ഈ പെണ്ണുങ്ങൾ വന്ന് നമ്മളിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം അയ്യോ ഇത് ആൾക്കാരൊക്കെ നോക്കണ്ടല്ല എന്നുള്ളൊരിത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു വൈക്ലഭ്യം, അയ്യോ ഇതെങ്ങനെ ഇവർ പെണ്ണുങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് ശരിയാവോ എന്നുള്ളത് നമ്മുടെ ആ ഒരു സ്റ്റേജിൽ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു അവേക്കണിങ്ങിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം എനിക്ക് തോന്നാറില്ല, അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇവർ വന്ന് നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ, ചിലർ വന്ന് ഹഗ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കൊരു ഗുഡ് ഫീലിംഗ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിറ്റേഷൻ മൂഡിലോട്ട് പോയൊരവസ്ഥയെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചിലർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ നെഗറ്റിവിറ്റി, അവരിലുള്ള നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അവരുടെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അവരെങ്ങാനും ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എനർജി മൊത്തം ചോർന്നു പോകും. എനർജി ഉണ്ടാവില്ല നമുക്ക്. നമ്മളിങ്ങനെ ഈ എള്ള് പിഴിഞ്ഞിട്ട് എണ്ണ എടുത്തിട്ട് ആ ബാക്കി ഇടണ പോലെ ഉണ്ടാവും. അതുപോലെ ആയിപ്പോവും. അപ്പോൾ ഈ ഹഗ് പരിപാടിയും ഇതുപോലെ തന്നെ ഭയങ്കര അപകടമുള്ള ഒരു പരിപാടിയാണ്. ഹസ്തദാനം പോലെ തന്നെ ഡേഞ്ചറസ് ആണ് ഹഗ്. അത് കറക്റ്റ് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കൃത്യ എനർജി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹഗ് ചെയ്യണമെന്നല്ല, നമ്മൾ പോയിട്ട് പുറത്തുള്ള ആൾക്കാരെ ഹഗ് ചെയ്യണം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നമുക്ക് അറിയാം. വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ, കുടുംബത്തിലുള്ള മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അല്ലാതെ പുറത്തുള്ള ഒരാൾ കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ ഓടിച്ചെന്ന് ചാടി വീണ് ഹഗ് ചെയ്യുക എന്നുള്ള അവരുടെ ആ രീതി, അതിനകത്ത് അങ്ങനെ ഒരു അപകടമുണ്ട്. ഇതുപോലെ എനർജിയുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരാളെ കാണുമ്പോൾ ഇങ്ങനെ നമസ്കാരം പറയാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഇങ്ങനെ പറയാം. അതാണ് എൻ്റെ ശരിയായിട്ടുള്ള രീതി. കയ്യിലും പിടിക്കാതിരിക്കുക, അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതിരിക്കുക. ഹഗ് പോലുള്ള പരിപാടികൾ വേണ്ട നമുക്ക്. അത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രം ഹഗ് ചെയ്യുക. ഹഗ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്രാസൊക്കെ തമ്മിൽ നേർക്കുനേർ ബന്ധം വരെയാണ് അല്ലേ.
അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഹഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ചക്ര ടു ഹാർട്ട് ചക്ര, സോളാർ പ്ലെക്സ് ടു സോളാർ പ്ലെക്സ്, അങ്ങനെ അതുപോലെ ഓരോ നമ്മുടെ ഭാഗങ്ങളായിട്ടും നേരിട്ട് കോൺടാക്റ്റ് വരുന്നു. അവരുടെ ഓറകൾ തമ്മിലാണ് ഇങ്ങനെ കൂട്ടിമുട്ടുന്നത് അല്ലേ. അപ്പോൾ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്, ഇപ്പോൾ നമ്മളിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് അവൻ്റെ ശരീരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പവർഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. നേരെ തിരിച്ച് നോക്കിയേ, നമ്മൾ നെഗറ്റിവിറ്റി ഉണ്ട്, അവയാൾ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും നമുക്ക് അതിന് കിട്ടുക. നമ്മൾ അവർ പോയി ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താരം അങ്ങടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പോകണം നിർബന്ധമൊന്നുമില്ല, സാധ്യതയുണ്ട്. അയാൾ അതേപോലെ കുറച്ച് ഓപ്പണായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് പോകും. അതാണ് കാരണം. എപ്പോഴും ഈ വെളിച്ചം കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകാനാണ് എപ്പോഴും നെഗറ്റീവിന് ഇഷ്ടം. അതിന് നല്ല ലൈറ്റുള്ളിടത്തേക്ക് അങ്ങടേക്ക് ആകർഷിക്കപ്പെട്ട് അങ്ങടേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് അവരിലൊരു മാഗ്നറ്റിക് പവർ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക്, സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് വലിച്ചെടുക്കാനുള്ളൊരു ശക്തി, പവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കാല് തൊട്ട് വന്നിക്കുന്ന പരിപാടിയുണ്ട് അല്ലേ. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ, ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാല് തൊട്ട് വന്നിക്കുന്ന ആൾക്കാരാണ് ഈ കേരളത്തിൽ ഉണ്ടെങ്കിലും ഞാൻ കണ്ടേക്കണത് നോർത്ത് ഇന്ത്യൻസ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഞാനൊരു രാജസ്ഥാനിലൊരു വീട്ടിൽ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് 3-4 ദിവസം താമസിച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ ക്ഷണിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവരുടെ മകള് കല്യാണം കഴിച്ച് പോയതാണ്. അപ്പം മരുമകൻ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ വരും. അയാൾക്ക് ആ വീടിൻ്റെ അടുത്താണ് ജോലി. അയാളുടെ ഓഫീസ് ഇവരുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് വീട്ടിലോട്ട് വരും. ഞാനവിടെ ഇരിക്കണ്ടാവും. അപ്പോൾ ഇയാൾ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ, അതിനെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാല് തൊട്ട് എല്ലാ ദിവസവും അയാൾ വന്ന് കാല് തൊട്ട് നമസ്കരിക്കും. അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത് അയാൾ. അപ്പോൾ എന്നോട് അയാൾ 2 വാക്ക് സംസാരിച്ചിട്ട് പോകും. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നല്ലൊരു ആചാരമാണല്ലോ എന്നിങ്ങനെ ആദ്യത്തെ ദിവസം വിചാരിച്ചു. പക്ഷേ എല്ലാ ദിവസവും 4 ദിവസവും അയാൾ ഇവിടെ വന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് അയാൾ ഓഫീസിലേക്ക് പോകുന്നത്. അത് അവിടുത്തെ ഒരു ആചാരമാണ്, ഈ കാലോട്ട് അനുഗ്രഹം മേടിക്കുന്നത്. അത് പക്ഷേ നമ്മൾ പ്രായം കൂടിയ ആൾക്കാർ കാണുമ്പോൾ ഇതുപോലെ ചെയ്യുന്നു. പക്ഷേ അവിടെയും ഇതുപോലെ തന്നെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വരുന്ന ആളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നിരിക്കുക. ഇവരുടെ കാല് തൊടുമ്പോൾ അവരനുഗ്രഹിക്കല്ലേ. അപ്പോൾ അയാളിലുള്ള കുറച്ച് നെഗറ്റീവ്സ് അവിടെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ട് ഇറങ്ങിപ്പോവും? ആ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കാല് തൊടുന്ന ആൾക്കാരുടെ ശരീരത്തിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. ചില ഗുരുക്കന്മാരൊന്നും നമ്മളെ കാലോടെ സമ്മതിക്കില്ല. നമ്മൾ കാലോട്ട് കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയും. നമ്മുടെ ദുരിതങ്ങളാണ് അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം ശരിക്കും പറഞ്ഞാൽ. അപ്പോഴല്ലേ നമ്മൾ ക്ലെൻസ്ഡ് ആവുള്ളൂ. അവർ ബ്ലസ് ചെയ്യുമ്പോഴും തലേ കൈ വെക്കുമ്പോഴും ബ്ലസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് ഒരു കടന്നൊരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കാലുവിട്ട് അനുഗ്രഹം മേടിക്കുന്ന പരിപാടി ഇത്തിരി കടന്ന പരിപാടിയാണ്. അതുപോലെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പയ്യെ ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാല് തൊടിയിക്കുന്ന പരിപാടി നിങ്ങൾ പോലെ തന്നെ ആ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ പാരൻസിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പാരൻസിൻ്റെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ് അല്ലേ, പഴയ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു നിയമം കൊണ്ടൊന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്ന കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓരോന്നിലും ഓരോ ശാസ്ത്രമുണ്ട്. പക്ഷേ ഓരോന്നിലും ഓരോ ഇങ്ങനെയുള്ള ഊർജ്ജത്തിൻ്റെ കുറേ കളികളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. എല്ലാവർക്കും ഇതുപോലുള്ള എൻ്റെ കുറേ ചിന്തകളും എൻ്റെ കുറേ അറിവുകളും എക്സ്പീരിയൻസും ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ലത് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയുക. എല്ലാവരും ചീത്തൊന്നും പറയാൻ വരരുത് ദയവ് ചെയ്ത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.